വെറും 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 10 ലക്ഷം രൂപ മുതൽ മുടക്കുള്ള ബിസിനസ് തുടങ്ങാൻ പറ്റും. ഈ ഐഡിയ ഒക്കെ നേരത്തെ ആളുകൾ ശ്രമിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇന്നും വളരെ സ്കോപ്പുള്ള ഒരു കാര്യമാണ് ഇത്. 1000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ചെയ്യേണ്ടത് എന്താണ്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ 1000 രൂപ 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്തിക്കുന്നത്, എന്തൊക്കെ ബിസിനസ് ആണ് അതുമൂലം ചെയ്യാൻ പറ്റുന്നത്, എന്തായിരിക്കും അതിന്റെ പ്രോഫിറ്റ് മാർജിൻ, ഇൻവെസ്റ്റ് ചെയ്യുന്ന 1000 രൂപയ്ക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടും, ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ മുമ്പോട്ട് പറയുന്നുണ്ട്. വ്യക്തമായിട്ട് കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് പോസിറ്റീവ് എന്തുമായിക്കൊള്ളട്ടെ അത് നിങ്ങൾക്ക് പറയാം, പക്ഷേ സഭ്യമായ ഭാഷയിൽ പറയുക. ഇതൊരു ഐഡിയ മാത്രമാണ്, ഞാനിത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന, കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം പറ്റുന്ന ഒരു ഐഡിയ എന്നേ ഉള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കിയ ഐഡിയ അല്ല, സമൂഹ മാധ്യമത്തിൽ വന്ന ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് കണ്ടപ്പോൾ ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്, എങ്കിൽ പോലും ഒന്ന് നമ്മളുടെ സബ്സ്ക്രൈബറുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നി. ആർക്കെങ്കിലും അത് ക്ലിക്ക് ആകുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത്, ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും ഇല്ലെങ്കിൽ ഓരോ മുനിസിപ്പാലിറ്റിയിലും ഓരോ കോർപ്പറേഷൻ പരിധിയിലും ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ തുടങ്ങാം. മെയിൻലി പഞ്ചായത്തായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. ഈ പഞ്ചായത്തിൽ ഒരു സൊസൈറ്റി പോലെ നമ്മളുടെ ബിസിനസ് ആദ്യം രജിസ്റ്റർ ചെയ്യണം. ഈ 1000 രൂപ മുടക്കുന്ന ഏറ്റവും കുറഞ്ഞത് 1000 മെമ്പേഴ്സിനെ കണ്ടെത്തണം. അത് നിങ്ങളുടെ വിശ്വാസ്യത പോലെ ഇരിക്കും ഈ 1000 മെമ്പേഴ്സിനെ കണ്ടെത്തുന്ന കാര്യം. 1000 മെമ്പേഴ്സ് ഇൻറ്റു 1000 രൂപ ഈക്വൽ ടു 10 ലക്ഷം രൂപയാണ്. ഈ 10 ലക്ഷം രൂപ കൊണ്ട് ബിസിനസ് പ്ലാൻ നിങ്ങളിൽ ഓൾറെഡി ഉണ്ടായിരിക്കണം. അതിന് കിട്ടുന്ന ലാഭം, അതെങ്ങനെയാണ് ചെയ്യുന്നത്, ആരൊക്കെ എന്തൊക്കെ ചെയ്യും, ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് എഴുതി വെച്ചതിന് ശേഷം മാത്രമേ ആളുകളെ സമീപിക്കാൻ പാടുള്ളൂ. സൊസൈറ്റി രജിസ്റ്ററും ചെയ്തിരിക്കണം. സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസിന് അവൈലബിൾ ആയിരിക്കും. ആ ഓഫീസ് എല്ലാ ഡിസ്ട്രിക്റ്റിലും അതിൻ്റെ ഓഫീസുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. ഓക്കെ, ഈ 1000 രൂപ ഇൻറ്റു 1000 മെമ്പേഴ്സ് ആകുമ്പോൾ 10 ലക്ഷം രൂപയാകും എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് തുടങ്ങാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? നമുക്ക് നമ്മളുടെ ഗ്രാമത്തിൽ ഇല്ലാത്തൊരു ബിസിനസ് തുടങ്ങാം. ഏറ്റവും കൂടുതൽ പീപ്പിൾ ആ പ്രോഡക്റ്റിന് വേണ്ടി അടുത്ത ഗ്രാമത്തിനെ ഇല്ലെങ്കിൽ അടുത്ത ടൗണിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. മെയിൻലി പറയാൻ പറ്റുന്ന ഒരു കാര്യം, ആ പോസ്റ്റിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഫിഷ്. ഫിഷിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിൽ ഭയങ്കര മാർജിനാണ്, നല്ല മാർജിനാണ്. ഞാനിത് ചുമ്മാ പറയുന്നതല്ല, ഈ ഫിഷിന്റെ ജോലി ചെയ്യുന്ന ആളുകളോട് സംസാരിച്ചതിന് ശേഷമാണ് പറയുന്നത്. നല്ല മാർജിനാണ്. പക്ഷേ അതിനകത്ത് ഒരുപാട് മാൽ പ്രാക്ടീസസും നടക്കാറുണ്ട്. ഈ മാൽ പ്രാക്ടീസ് ഒന്നും കൂടാതെ നമുക്കൊരു വലിയ ഫിഷിന്റെ സ്ഥാപനം തുടങ്ങാം, അതിന്റെ സെയിൽ തുടങ്ങാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ബീഫും വെക്കാം, ചിക്കനും വെക്കാം, പച്ചക്കറിയും വെക്കാം. ഇതെല്ലാം ഒറ്റ സ്ഥാപനത്തിലാണെങ്കിൽ ആളുകൾ നല്ലതുപോലെ കയറും. കാരണം പച്ചക്കറി വാങ്ങേണ്ടവന് പച്ചക്കറി വാങ്ങാം, ബീഫ് വാങ്ങേണ്ടവന് ബീഫ് വാങ്ങാം, ചിക്കൻ ആണെങ്കിൽ അത്, ഫിഷ് ആണെങ്കിൽ അത്. അപ്പോൾ അതിനെ പച്ചക്കറിയും ഇതുമായിട്ടൊന്ന് വേർതിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യേണ്ടത് ആളുകൾ നമ്മളുടെ അടുത്തോട്ട് വരുന്നതിന് പകരം ഹോം ഡെലിവറി സിസ്റ്റത്തിലായിരിക്കണം ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 1000 മെമ്പേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് 1000 വീട്ടിൽ നമ്മളുടെ പ്രോഡക്റ്റ് എത്തിക്കഴിഞ്ഞു. കാരണം ഇൻവെസ്റ്റ് ചെയ്ത ആള് മറ്റൊരിടത്ത് പോയി വാങ്ങിക്കാൻ യാതൊരു തരവുമില്ല. അവർ നമ്മളുടെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചേ മതിയാകൂ. അത് നമ്മളുടെ കണ്ടീഷൻസിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കണം. അതിൽ 500 പേര് 100 രൂപയ്ക്ക് എങ്കിലും നമ്മളുടെ ഇന്ന് ഒരു ദിവസം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 50,000 രൂപയുടെ ബിസിനസ് അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞു. ഒരു ദിവസത്തെ സെയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടതെന്ന് ആദ്യമേ തന്നെ പഠിക്കണം. ഈ 500 പേര് ഓർഡർ ചെയ്യുകയാണെങ്കിൽ 500 പേരുടെ വീട്ടിൽ എങ്ങനെ എത്തിക്കും, അഥവാ 500 പേര് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരു പ്രലോഭനകരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്, കൃത്യമാണ്. പക്ഷേ പഠിച്ച് അതിൻ്റെ ആക്ച്വൽ വശം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. ഇനി വേണ്ട, 500 പേര് പർച്ചേസ് ചെയ്യുന്നില്ല, 200 പേരെ പർച്ചേസ് ചെയ്യുന്നുള്ളൂ എന്ന് തന്നെ കരുതുക. 200 × 100 100 മിനിമം എമൗണ്ട് ആണ്.
100 രൂപയ്ക്കൊന്നും ഫിഷ് ഇപ്പോൾ കിട്ടില്ല. 200 രൂപയെങ്കിലും മിനിമം കൊടുക്കാതെ 1 കിലോ ഫിഷ് കിട്ടില്ല. ബീഫിന് 350 400 അതുപോലെ തന്നെ മറ്റ് ചിക്കനും ആ രീതിയിലുള്ള റേറ്റ് മുമ്പോട്ട് പോകുന്നുണ്ട്. പച്ചക്കറിക്കാണെങ്കിൽ തീ പിടിച്ച വിലയാണ്. ഓക്കെ, എന്തായാലും നമ്മൾ 200 പേര് ഇൻറ്റു 100 രൂപ എന്ന് കരുതിയാൽ പോലും 20,000 രൂപയുടെ സെയിൽ ഒരു ദിവസം നടക്കും. ഈ ബിസിനസ്സിനകത്തെല്ലാം തന്നെ 30 to 40% ലാഭമുള്ള ബിസിനസ്സാണ്. അപ്പോൾ ഈ 30 to 40% ലാഭം വരുന്നത് ആർക്കാണ്? 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന നമ്മളുടെ മെമ്പറായിട്ടുള്ള വ്യക്തിക്ക് തന്നെ ആ 100 രൂപയുടെ 30 to 40% കിട്ടുകയാണ്. അതിൽ നിന്ന് നമ്മളുടെ എക്സ്പെൻസസ് മാറും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, കറണ്ട് ചാർജ് മാറും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വാടകയാണെങ്കിൽ വാടക ഇനത്തിലുള്ള സംഭവം മാറും. എങ്കിൽ പോലും ഒരു 20% ലാഭം എല്ലാവർക്കും കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഒരു സെറ്റപ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് മുമ്പോട്ട് പോയി നോക്കുക. തീർച്ചയായിട്ടും എല്ലാ ഗ്രാമങ്ങളിലും വിജയിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഇവിടെ ഞാൻ ഫിഷ്, മീറ്റ്, പച്ചക്കറി എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഗ്രാമത്തിൽ, വലിയ ഗ്രാമമാണെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിൽ ഇല്ലാത്ത എന്ത് ബിസിനസ് ആണോ ആ ബിസിനസ് ആയിരിക്കണം നിങ്ങൾ തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ അതിന് ആവശ്യക്കാരുള്ള ബിസിനസ് ആയിരിക്കണം. അതായത് റെഗുലർലി പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് കൂടി ആയിരിക്കണം എന്നുള്ളത് മാത്രം. അപ്പോൾ കൃത്യമായിട്ട് ചിന്തിക്കുക, പഠിക്കുക, അതിനുശേഷം ഒരു പ്ലാൻ ഉണ്ടാക്കുക, അത് പ്രൊജക്റ്റ് ആക്കുക. ആ പ്രൊജക്റ്റിലൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ബിസിനസ് ഐഡിയയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.